നിങ്ങൾ ഈ പുഷ്പം കാണുന്നുണ്ടോ? ഇത് അതേ പുഷ്പമാണ്. ഇതിന്റെ ജീവൻ ഇവിടെ തന്നെ ഉത്ഭവിച്ചതാണ്. ആദ്യം ഇതൊരു മൊട്ടായി ജനിച്ചു. പിന്നീട് പതിയെ പതിയെ മുഖം തുറന്നു. അതിനുശേഷം ഓരോ ഇതളുകളായി വിടർന്നു. കാണുന്നവരുടെ കണ്ണുകളിൽ ആനന്ദമുണർത്തി. തേൻ കുടിക്കുവാനായി വണ്ടുകൾ വന്നു. പിന്നീട് വാടിക്കൊഴിഞ്ഞ് താഴേക്ക് വീഴുകയും ചെയ്തു. എന്തുകൊണ്ട്? വിധി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ആലോചിക്കൂ. കാരണം ആ ശിഖരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുക എന്നത് ഒരിക്കലും പുഷ്പത്തിന്റെ ജീവിത ഉദ്ദേശമേ ആയിരുന്നില്ല. ചിലപ്പോൾ ഈ പുഷ്പം ദേവീദേവന്മാരുടെ ശിരസിലിരുന്ന് ശോഭിക്കും. ഇല്ലെങ്കിൽ സ്ത്രീകളുടെ വേഷഭൂഷാദിയായി മാറും. അല്ലെങ്കിൽ പ്രണയം അറിയിക്കുവാനുള്ള മാർഗമായി മാറും. ജീവിതയാത്രയിൽ ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള യാത്രയെ ഭയപ്പെടുവാനേ പാടില്ല. സ്വന്തം അസ്തിത്വം ഉണ്ടാകണമെങ്കിൽ നമ്മെ നാമാക്കിയവരുടെ നിഴലിൽ നിന്നും അകന്നു നിൽക്കണം. ബന്ധനങ്ങളിൽ നിന്നും അകന്നു പോകേണ്ടതുണ്ട്. ഇതാണ് ജീവിതത്തിന്റെ സത്യവും. രാധേ രാധേ.